ഇനി നമ്മൾ അടുത്ത പരിപാടി ഈ ഒരു ഷിപ്പിൽ അല്ല, ഈ ബോട്ടിൽ അല്ല, ഈ കപ്പലിൽ നൈൽ നദി ചുറ്റാൻ പോവാണ്. അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് ഇവിടെ നമ്മുടെ ബോട്ടിൽ സപ്ലൈ ഉണ്ട്. ഇതാണ് ഡൈനിങ് ഏരിയ. നൈൽ നദി തന്നോളങ്ങൾ ഇതിലും, നൈൽ നദി തന്നോളങ്ങളാണ്. നൈൽ നദി കൂടിയാണ്. സലാം. ഹായ്. ഓപ്പൺ ആണല്ലേ? ഹിന്ദിക്കാണ്. ക്രൂയിസ് അടിച്ചേ. ആ അടി എടുക്കണ്ട്. അടിച്ചോളി അടിച്ചോളി അടിച്ചോളി. ഗുഡ് മോർണിംഗ്. അങ്ങനെ വീണ്ടും തുടങ്ങി ചങ്ങായി. നെക്സ്റ്റ് പ്ലേറ്റ്. നമ്മൾ സിയാറത്ത് ടൂർ ആണെങ്കിൽ ഹോട്ടലൊക്കെ നമ്മൾ പബ്ബാണ് ഉപയോഗിക്കല്. കൊയറോ അല്ലേ? 471 ഇതിനോട് അരച്ചു നോക്കിയാ ലോകത്ത് എവിടെയും കാണാത്ത ഏറ്റവും ചെരുപ്പാണ് ഈ പള്ളിക്കുള്ളത്. ബാത്റൂമിൽ ഉപയോഗിക്കാൻ മരത്തിൻ്റെ ചെരുപ്പ്. മരം, റബ്ബർ. قرة العين. امدح امدح يا عم الحاج. فين سيدي عبد القادر الجيلاني؟ سيدي عبد القادر الجيلاني. سيدي ابو الحسن الشاذلي. سيدي ابو العينين الدسوقي. سيدي احمد الرفاعي. رموا الكتب والسبح لانه ايضا اذكر. امدح يا عم الحاج. احضر حضره يا عم. يلا يلا يا عم الحاج احضر حضره. يلا حضره يلا. സൈനബ റളിയല്ലാഹു അൻഹുവിൻ്റെ പള്ളിയാണത്. മക്ബറയാണ് ഇപ്പം നമ്മൾ കണ്ടത്. വലിയ പള്ളിയാണ്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഹ്യൂജ് മസ്ജിദാണ്.
കൈറോയിൻ്റെ ഒരു മെയിൻ റോഡാണത്. എത്താപ്പത് വണ്ടി കിട്ടിയ മാതിരി കിട്ടിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാർക്ക് ചെയ്താൽ തീരെ വൃത്തിയില്ല. കച്ചറ നിലത്ത് കിടക്കുന്ന ഇഷ്ടം പോലെ ഉണ്ടാവും. ഒരു ബൈക്കുമ്പോൾ ഒരാൾ ഹെൽമെറ്റ് ഇടണില്ല. ഓട്ടോറിക്ഷ അയ്യോ ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ അയ്യോ 2 ഓട്ടോറിക്ഷ ഉണ്ടാ. എത്താപ്പത് ഈ ഇത്ര വലിയ ടൗണ് ഓട്ടോറിക്ഷ നിർവഹിക്കുന്നുണ്ട്. എന്താ വഴി പോണം ബസ് കണ്ടോളി. നമ്മളടുത്തിനാണ് കട്ടെ ആ ദോസ്തും ഇതൊരു പള്ളി റോഡ് സൈഡില്. ഒരു കാലത്ത് നല്ല വൃത്തിയുള്ള ടൗണായി തോന്നുന്നു. ഡെവലപ്ഡ് ഓൾഡ് ലൈറ്റുകളാണ്, കറണ്ട് കണ്ടുപിടിച്ച കാലത്തുള്ള ലൈറ്റുകളാണ്. നല്ലൊരു കൊളോണിയൽ ബിൽഡിംഗ് നടക്കുന്നത്. ഇത് വണ്ടിമേ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടൊക്കെ നമ്മളെ MVD കണ്ടാണെങ്കിൽ 10,000-20,000 ഫൈൻ ഇടാം. ഫുള്ള് സ്റ്റിക്കറാ. ബസ്സും വേണ്ട, ഫുള്ള് സ്റ്റിക്കർ. ഇറങ്ങണ്ട് അതിൻ്റെ ഫുള്ള് സ്ഥലം ഫ്രണ്ട് ഗ്ലാസ് എഴുതി വെച്ചേക്ക്. അങ്ങനെ നമ്മൾ കൈറോ നഗരം കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ എല്ലാവരും അതാ ബസ്സിൻ്റെ മേലെ ഫുള്ള് ചെറുതായിട്ടൊക്കെ ഓണടി ഉണ്ട്. നമ്മളെ നാട്ടിലത്തെ അത്ര ഓണടി ഇല്ല. നമ്മളാ നാട്ടിൽ അവര് ഒരിക്കലും നമ്മൾ എന്തായാലും വിജയിക്കും ഓണടീൻ്റെ കാര്യത്തിൽ. അത് ചെന്നൈയിലാണ് ഓണടീൻ്റെ സ്ഥാപനം. ഒമ്നി തോണി നമ്മുടെ നാട്ടിൽ കാണാത്തൊരു സാധനം. ഒമ്നിനല്ലേ ഇതാണ് ഇവിടുത്തെ സ്ട്രീറ്റാണിത്. സ്ട്രീറ്റ് കച്ചവടമാണ് ഈ കാണുന്നത്. നമ്മളെ കേരളത്തിൻ്റെ ഒരു ഏരിയയിൽപ്പെട്ട സ്ഥലമാണിത്. പട്ടികൾ ഇവിടെ നമ്മളെ നാട്ടിലെ പട്ടികൾ ഈ ഒരു മൂല കേരളക്കാർക്ക് കൊടുത്തിട്ടുണ്ട് തോന്നുന്നു. മസ്ജിദത്ത് നഫീസത്ത് റളിയല്ലാഹു അൻഹ. മസ്ജിദ് സയ്യിദത്ത് നഫീസത്ത് റളിയല്ലാഹു അൻഹ. ഞങ്ങൾ നഫീസത്ത് ബീവിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നഫീസത്ത് ബീവി റളിയല്ലാഹു അൻഹുവിൻ്റെ പള്ളിയാണത്. ഇവിടെ 11 മണിയായിട്ടുള്ളത്. നല്ല ആളുണ്ട് ഈ പള്ളിക്ക്. ഇതൊക്കെ ആംബുലൻസുകളാണ്. ഇതിലൊക്കെ മയ്യത്ത് വന്നതാണ്. ഈ പള്ളിക്ക് വെച്ചിട്ട് ആണ് ഏരിയത്തെ എല്ലാം നിസ്കരിക്കാന്ന് പറയുന്ന ഉസ്താദ്. പിന്നെ ഈ പള്ളിക്ക് നിർത്തിയിട്ട് നാസറിന് വേറെ പള്ളിക്ക് കൊണ്ടുപോകുന്നതാണ്. അങ്ങനെ സിസ്റ്റമാണ് ഇവിടെ. യഥാർത്ഥ മയ്യത്ത് വന്ന് നമ്പറായിട്ട് വിട്ടയക്കണേക്ക് ഇവിടെയാണ് സാധാരണ വെക്കേണ്ടത്. എന്താ രസം. അല്ലാഹു അക്ബർ. ഇതാണ് ആഫ്രിക്കയിലെ ഏറ്റവും ഫസ്റ്റിലെ പള്ളി. നമ്മളെ ചേരമൻ പള്ളി എന്നൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയ പള്ളിയാണത്. അല്ല, ആഫ്രിക്കയിലെ ഏറ്റവും ഫസ്റ്റിലെ പള്ളി.
അങ്ങനെ ലഞ്ചായിട്ടുണ്ട്. എന്താ തിന്നാന്ന് തന്നെ കൊടുത്തില്ല. നൈനദീൻ താരട്ട് ഇന്ന് ലഞ്ച് കഴിച്ചത് നമ്മൾ അമർ എന്നുള്ള ഹോട്ടലാണ്. വലിയ ഹോട്ടലാണ്, അടിപൊളി. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ബസ്സുകൾ വന്നിരിക്കണോ നിങ്ങൾ? നല്ല ഇംഗ്ലീഷ് അമ്മാർ. ഇവിടെ വന്ന് നോക്കുമ്പോ നമുക്ക് എല്ലാവർക്കും ഫോട്ടോ. ഇമാം ലൈസ് അത് തിന്നു കഴിഞ്ഞപ്പോ കട്ടൻ ചായ. ഈ ലൈസ് ഭയങ്കര ഫുഡ് സൽക്കാരപ്രിയനായിരുന്നു. അപ്പോൾ ഇവിടെ ആര് വന്നാലും സൽക്കരിക്കും ഇപ്പോഴും. ഇത് അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഖബർസ്ഥാനം. അതാ ഇബ്നു ഇമാമുൽ ലൈസ്. ആകെ ഓട്ടോറിക്ഷ 1 2 3 ഓട്ടോറിക്ഷ ഇങ്ങനെ പോണേ. അല്ല അടുത്ത ഓട്ടോറിക്ഷ. ഷാഫി ഇമാമിന്റെ പള്ളിയാണ് കാണുന്നത്. അതാ ഒരു ബാബരി മസ്ജിദ് മാതിരി പള്ളി. ഇതാണ് ഷാഫി മദ്ഹബ്. നമ്മുടെ മദ്ഹബിൻ്റെ ഇമാമാണ്. ആലിമു ഖുറൈശിൻ യംലൗ തിബാക്കൽ ഇൽമ. ഖുറൈശികളിൽപ്പെട്ട ഒരു ആലിമ് ലോകം മുഴുക്ക ഇൽമ കൊണ്ട് നിറക്കും എന്ന് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഷാഫി ഇമാമിനെ കുറിച്ചാണെന്നാണ് പിൽക്കാലത്തുള്ള എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞത്. ഈ പള്ളിക്കലൊക്കെ 3 മെമ്പർ ഉണ്ടാവും. 3 മിഹ്റാബ് ഉണ്ട് ഇവിടെ. ഒന്ന് കോർണറിലുണ്ടല്ലോ. എല്ലാം ഓത്തമൻ പീരിയഡിലുള്ള പള്ളികളാട്ടോ. ഒരു JCB അതാ ബിൽഡിങ്ങിന് മേലെ പോയി സൂയിസൈഡ് ചെയ്യാൻ പോയിട്ടുണ്ട്. അതിന് മേലെ കയറിയതാണ്. മേലെ പോയി അങ്ങനെ ഞങ്ങൾ സിക്കന്തിരി. ഇതാണ് മുക്കത്തം മല എന്ന് പറയുന്നത്. മുക്കത്തം മലൻ്റെ പ്രത്യേകത ബഹുമാനപ്പെട്ട സഹാബിമാർ ഇവിടെ വരുന്ന ആളുകളോട് വസിയത്ത് ചെയ്യാൻ കുറച്ച് മണ്ണ് കൊണ്ടുവന്നു പറഞ്ഞു. അങ്ങനെ കബറിൽ വെക്കാനാണ്. മുക്കത്തം മലയിലുള്ളവർക്ക് ഹിജാബില്ലാന്ന് ബുദ്ധിമുട്ടാകുന്ന നമ്മളങ്ങനെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിലെത്തി. മദീന പള്ളിയല്ലട്ടത്, അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിൻ്റെ ഇമാം ഹുസൈൻ മോസ്ക്. ഇമാം
ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറ പള്ളിക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മദീനത്ത് പോയ ഫീൽ ചെയ്ത് കാണുമ്പോൾ അവിടെ കാണുമ്പോൾ വെരി ഗുഡ്. അടിപൊളി പള്ളിയാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ തല മാത്രമുള്ള മക്ബറയാണത്. തല മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് പറയും. സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആസാറുകൾ വെച്ച ഒരു ഡോറാണത്. ചായ കുടിക്കാം. സമയം കുറേ ആവുന്നത്. ജാമിയത്തുൽ അസ്ഹർ യൂണിവേഴ്സിറ്റിൻ്റെ പള്ളിയാണത്. യൂണിവേഴ്സിറ്റിക്ക് നമുക്ക് പോകാൻ പറ്റില്ല. ഗസാലി ഇമാം ഒക്കെ പഠിച്ച പള്ളിയാണിത്. പഴയ പള്ളിയാണ് അല്ലേ? പഴയ പള്ളിയാണ്, വലിയ പള്ളിയാണ്. ഇവിടെ കുറേ മലയാളികളുണ്ട് ഈ പള്ളിയൊക്കെ. വന്നിപ്പോൾ 5-6 കണ്ടിട്ടുണ്ട് ഞങ്ങൾ. ലൈറ്റൊക്കെ അറമത്തെ ലൈറ്റാണ്. ഇവിടെ എല്ലാ പള്ളിക്കും 2 മെമ്പറൊക്കെ ഉണ്ടാവും. കുറച്ച് വലിപ്പമൊക്കെ ഉണ്ടാവും. എന്തൊരു വലിപ്പ! നമ്മളെ പള്ളിക്കലെ കത്തീവൊക്കെ അതിന് മേലേക്ക് എത്തുമ്പോഴത്തേന് ശ്വാസം പോകും. എന്തൊരു ലൈറ്റ്! അതൊക്കെ 2 നില ഉണ്ട്. അവിടെ ചെറിയത് തോന്നുന്നുണ്ട്. വല്ല കയറാൻ പറ്റാതൊക്കെയുള്ള ലഫ്സലാണോ. ഇവിടുത്തെ മുക്രിക്കൊക്കെ ബാങ്ക് കൊടുക്കണമെങ്കിലേ ചോറ് വെച്ച് തരണുണ്ടെങ്കിൽ അല്ല അതിന് മേലെ ബാങ്ക് കൊടുക്കണം. പഴയ പണ്ഡിതന്മാർ പഠിച്ച അതിൻ്റെ കിതാബ് ഓതി അതിൻ്റെ മെമ്പറാണ്. അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി മോസ്ക്. ദിസ് ഈസ് ഈജിപ്ത്. വെൽക്കം ടു അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി കൈറോ. നമ്മളെ ഡിന്നർ അൽ ഹയാത്തിലാണ്. നല്ല VIP ഏരിയയാണ് ഇവിടെ. ഹായ് ഗൈസ്, ഞങ്ങൾ 61 ഐറ്റംസ് തിന്നാൻ പോവാണ്. 61 ഐറ്റംസ് ആണ് ഇവിടെ ഭക്ഷണം ഉള്ളത്. പോയി നോക്കട്ടെ. ഓ, അടിപൊളി ഡെക്കറേഷനാണ്, ഇൻറ്റീരിയറാണ്. നമ്മളെ ടീമൊക്കെ അവിടെ മത്സരത്തിൽ ഇറങ്ങിയാണ്. അൽഹംദുലില്ലാഹ്. ഇന്നിപ്പോൾ ഡിന്നർ ഇതാണ്. റോസ്റ്റല്ല ഡേറ്റ് വരുന്ന ഇവിടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അൽഹംദുലില്ലാഹ്. ഓംപ്ലേറ്റും പലാഫിലായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. സെക്കൻഡ് പ്ലേറ്റ്. അങ്ങനെ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്യാണ്. വെക്കേറ്റ് ചെയ്ത് സലാം ഈജിപ്ത്. കൈറോയുടെ തെരുവോരങ്ങൾ നമ്മളെ നാട്ടിലത്തെ മാതിരി എല്ലാം വേസ്റ്റ് ഒക്കെ ഇട്ടാ. എന്താ പോലെ തീരെ വൃത്തിയില്ല. പേപ്പറും ചളിയും കിളിയും. അവിടുത്തെ കോഴിക്കോട് റെസ്റ്റോറൻ്റാണോ പറഞ്ഞല്ലേ? ടോള് ഈ ടോൾ ആരും കണ്ടുപിടിച്ചറിയില്ല. ടോൾ 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 കാറിന് 10 റുപ്യ. 10 റുപ്യ നാട്ടിൽ 17 റുപ്യ. ബസ്സിന് 30 റുപ്യ. നാട്ടിൽ 57 റുപ്യ. 200 കിലോമീറ്റർ ടോളാട്ടത്. മോഡി കെട്ടോ ആണെങ്കിൽ 5 റുപ്യ തന്നെ ഉണ്ട്.
5 10 റുപ്യ. ഈ കാളി കുലാത്ത് എന്ന് പറയും. ആ കാലത്ത് വലിയ കാളിയാണ്. അയാള് മക്കാമിലേക്ക് എത്തിയപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഇൽമു മുഴുവനും മഹാനവറുകൾക്ക് കാളിക്ക് കഴിഞ്ഞു പോയ നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ഇന്ന് രാവിലെ നമ്മൾ അഹമ്മദ് അൽ ബദവി എത്തിയിട്ടുണ്ട്. സ്ഥലത്തിന് പേരെന്താ? തൊന്ത. മിലിറ്ററിക്കാരനാണ്, നമ്മളെ വിളിച്ചതാണ്. നമ്മളെ സെക്യൂരിറ്റി സൂപ്പറാണ്. നമ്മളെ ഇന്ത്യക്കാരെ വില പണി കണ്ടോളി. ഇവിടെ പോലീസ് പോലീസ് എക്സോട്ടില് ഒരു പോലീസുകാർ നമ്മളെ വണ്ടീൻ്റെ ഉള്ളിലുണ്ട്. നമ്മളിപ്പോൾ പോകുന്നത് ഹൈ ഡേഞ്ചർ ഏരിയയിൽ കൂടിയാണ്. വെടിവെപ്പ് ടിഷും ടിഷും. അവിടെ മുന്നിലൊരു പോലീസ് വണ്ടി, ബാക്കിലൊരു പോലീസ് വണ്ടി, ഉള്ളിലൊരു പോലീസ് വരും. എന്താ സെക്യൂരിറ്റി! VIP-കളായതുകൊണ്ട്, ഞാൻ ഉണ്ടായതുകൊണ്ടാണേ ഇനു, ഞാൻ ഉണ്ടായതുകൊണ്ടാണേ. ഒരു VIP ഉണ്ടല്ലോ ബാക്കിലിരിക്കുന്നെന്ന് പറഞ്ഞിട്ട് കുടിയതാ. സ്റ്റേഷനിന്റെ കൂടെ വന്നോണ്ടാ കൊള്ള സങ്കേതങ്ങള്. സിനിമീനെ കണ്ടിട്ടുള്ള ഇങ്ങനത്തെ ഓരോ സ്ഥലങ്ങൾ. നമുക്ക് പേടിക്കല്ല, നമുക്ക് മുന്നിലതാ ഓടുന്നീ. ഇതെന്താ മാഫിയ ഏരിയ ആണ്. എന്തൊരു ഓട്ടോറിക്ഷ നോക്കി നിങ്ങള്, ഓട്ടോറിക്ഷ നോക്കി. ആ കൂക്കിയോട് കുറച്ച് ഉറക്കനുണ്ടാൻ പറയും. ആ അതൊക്കെ ഗുണ്ടാളാണ്, ഒക്കെ ഗുണ്ടാളാണ്. ഇവിടെ ഓട്ടോറിക്ഷകളാണ് ഗുണ്ടാള്. പുളി നിക്കണത്, പുളി 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 പുളി. ഡേഞ്ചർ ഏരിയ ആണ് അല്ലേ? എല്ലാരും ശ്രദ്ധിക്കണുണ്ട്. ഏതെങ്കിലും പോലീസുകാരൊക്കെ കൈ സല്യൂട്ട് കൊടുക്കുന്നുണ്ട്. ടൂറ് പോകുമ്പോൾ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ ഇരിക്കണ മാതിരി ഭക്ഷണം കഴിച്ചു കൊണ്ടത്. ഇന്ന് ലോങ് ട്രിപ്പാണ്, ഉള്ളേരിയ കൂടിയാണ്, ഡേഞ്ചർ ഏരിയ കൂടി ആയതുകൊണ്ട് നമ്മൾ ഫുഡ് ഓൾറെഡി ഇവിടുന്ന് കളക്ട് ചെയ്തു. എന്തൊക്കെയുണ്ട് ഇതില്? കുറച്ച് ചോറും. അല്ലാതെ തട്ടാൻ പറ്റില്ലല്ലോ നിങ്ങൾക്ക്. എന്താ നൈൽ നദി തൻ ഓളങ്ങളോയിലും ബ്യൂട്ടിഫുൾ പ്ലേസ്. ഈ വെള്ളവും അതിൻ്റെ ചാരത്തുള്ള ബിൽഡിങ്ങും പോക്കോയിലും നൈൽ നദിയും ഫ്രഷ് വാട്ടർ അല്ലത്, ബോട്ട് സർവീസും. ഈജിപ്തിൻ്റെ വരദാനാണിത് നൈൽ നദി. സാറ വെള്ളമാണ്. ഐസ് ഉരുക്കിയ വെള്ളമല്ലത്, ഐസ് മെൽട്ടായ വെള്ളമാണ്. നമ്മളെ എസ്കോർട്ട് വണ്ടി ഇക്കാനൊക്കെ അടിച്ചാട്ടിട്ട് അവിടുന്ന് ഓനെ ഓർഡർ AK-47 ആയിട്ട് നമ്മളെ സെക്യൂരിറ്റി. അടുത്തതായിട്ട് വേറെ സഹാബിൻ്റെ അടുത്ത് വന്നതാണ്. ഇതും അത്യാവശ്യം വലിപ്പമുള്ള പള്ളി കേട്ടോ.
കിലോമീറ്ററുകൾ താണ്ടി ഉണ്ട്. കയ്യൊക്കെ കൊണ്ടുവന്നാണ്. 4 കുത്തുബിൽപ്പെട്ട ഒരു കുത്തുബാണത്. കടലിവിടെ ജവലാത്തൻ തഹി ദുനിയാ വല അയ്യാമുഹ താതഉമ്മൽ മസ്രികൈനി തരീഖതി. എൻ്റെ തരീഖത്ത് മസ്രിക്കിലും മഗ്രിബിലും വ്യാപകമാകും. നമ്മൾ കാണിക്കാൻ പോവാണ്. എൻ്റെ ബാക്കിൽ വരാൻ പറഞ്ഞ അയാള് ഫുള്ള് കൊണ്ടാളുള്ള ഏരിയ ഉണ്ട്. WC ഒരു ബൈക്കും ഒരു കാറ് നിറച്ച് പട്ടാളക്കാരും എസ്കോർട്ട്. ഞാൻ പോലീസ് ഞാൻ ഈ ബസ്സിലുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് ഉസ്താദ് എടുത്തതാണ്. അങ്ങനെ അവസാനം നമ്മൾ അലക്സാണ്ടറിയയിലെത്തി. അലക്സാണ്ടറിയയിലെ സ്ട്രീറ്റ്, വാക്കിംഗ് സ്ട്രീറ്റ് ആണിത്. അവിടേക്കാണ് ആൾക്കാർ ഈ വണ്ടി പോകേണ്ടതൊക്കെ. നമ്മളിങ്ങനെ പള്ളിക്ക് കൊണ്ടുപോകും. മസ്ജിദ് നബി ദാനിയാൽ കോണി ഇറങ്ങിയിട്ട് വേണം മക്കാമുക്ക് പോവാന്. ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ മഖാമാണിത്. നബിയുല്ലാഹ് ദാനിയാൽ. This is walking street? Walking, only walking, no vehicle. How many kilometer? How many meter? Kilometer? 1 kilometer? 1 kilometer. Follow him. Okay. This is Alexandria, Egypt. Alexandria Library. രാത്രി പോയി വിളിച്ചല്ല. നല്ല ഹൈറ്റുള്ള പള്ളിയല്ലോ. ഇമാം ബൂസൂരി ചാരത്താണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്. ഇതാ അക്രമൽ അതിൻ്റെ അടുത്തുള്ളൊരു പള്ളിയാണ്. പണി നടക്കണം, ഭയങ്കര വർക്ക് എന്താ നടക്കുന്നുണ്ട്. ഓ ഭയങ്കര ഹൈറ്റോ. ഒരു $5 കൊടുക്കി, കടം കൊടുക്കി. കടം കൊടുക്കി. $5 $5 ഏതെടുത്താൽ $5, $1 എത്ര അടുത്ത് $5 കൊടുത്തു. ആ കച്ചവടം നടക്കട്ടെ, കുട്ടികൾക്ക് കച്ചവടം നടക്കട്ടെ. 3 piece $5, 3 piece $2.
അതായത് മാഗ്നറ്റ് സല്ലാജ് പൊട്ടിക്കുന്ന കുട്ടികളൊക്കെ കൂടി ആൾക്കാരെ കൂടി നമ്മൾ അടിച്ചാൻ വന്നത്. അടി 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 അടി. പോലീസുകാരൻ വന്ന് രണ്ടാളെയും നല്ല കൊടുത്ത് പൈസയിലായി കിട്ടി. ഇതൊക്കെ സ്ഥലം കൊണ്ട് പോര്. മിലിറ്ററിക്കാരൻ പറയുന്നുണ്ട് ആകെ ഫുള്ള് പറിച്ചോണ്ട് പോകുന്നുള്ളൂ. ഷേക്ക് ഷേക്ക് മൊബൈൽ പോകട്ടാ മൊബൈൽ പോയി ലാസ്റ്റ് മൊബൈൽ പോയാലും സങ്കടം വീഡിയോ സങ്കടം എടുത്ത വീഡിയോ ഒക്കെ പോകും. അതാ പ്രശ്നം. എനിക്കെല്ലാം കിട്ടി കിട്ടി നേരത്തെ. എനിക്കെല്ലാം കിട്ടി. അവനക്കെല്ലാം കിട്ടിക്കണേ. അതെന്തൊക്കെയാ പോലീസിനും പോലെ പിടിച്ചിട്ടുണ്ടാവും. പിടിച്ചാ ഇതൊക്കെ നിങ്ങളെപ്പ പിടിച്ചോണ്ടാവൂട്ടാ. നിങ്ങളുടെ പോര് വേണമെങ്കില് രണ്ട് പോലീസുകാര് ഉണ്ടായിട്ട് നമ്മള് തട്ടിപ്പറി. രണ്ട് പോലീസുകാരുണ്ടായിട്ട് തട്ടിപ്പറി. ഇപ്പൊ ഇല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും? എന്താ രസമുള്ള ടാക്സി സിറ്റി സെന്റർ എംബ്രേസ് NBD എന്താ ദുബായ് ആയോ? അയാണ് ഇവിടെ. ഇവിടെ നല്ല സെറ്റപ്പ് ആയിരിക്കും. ഗുഡ് മോർണിംഗ്. ഡിന്നർ എപ്പോഴും കഴിക്കുന്നു. നേരം വിളിക്കാൻ കാലത്ത് കൊമ്പേരെ സിഗരറ്റ് കഴിക്കണം ബാപ്പ. അങ്ങനെ അവസാന വിധ ഈജിപ്തിനോട് വിട പറയുന്നു. ഓ പിടിക്കൂടെ. ബോർഡിംഗ് പാസ് കിട്ടി. എല്ലാവരും ക്ലിയറായി. ഞങ്ങളിതാ ഗേറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു.